ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ അവന്തിക കത്തിയും കൊണ്ട് നന്ദൻ്റെ അടുത്തേക്ക് പോവുകയും നന്ദൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇത് കാണുന്ന അർച്ചന പേടിയോടെ എന്ത് ചെയ്യുമെന്ന് ചുറ്റും നോക്കുകയാണ്. അതിനുശേഷം രണ്ടും കൽപ്പിച്ച് നന്ദൻ്റെ മുറിയുടെ കതകിന് തട്ടുകയാണ് അർച്ചന. നന്ദൻ കതക് തുറന്ന് പുറത്തേക്ക് ചെല്ലുമ്പോൾ അർച്ചന പറയുകയാണ്, നന്ദേട്ടാ, അത് പിന്നെ മോള് പേടിക്കണ്ട, ഒന്നും ഇവിടെ നടന്നിട്ടില്ല. മോള് പോയി ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് നന്ദൻ അകത്ത് കയറി കഥ കടയ്ക്കുന്നു. അതേസമയം നടന്നത് എന്താണെന്ന് ചിന്തിക്കുകയാണ് അവന്തിക നന്ദനെ കത്തികൊണ്ട് കുത്താൻ വരുന്ന സമയം നന്ദൻ ചാടി എഴുന്നേൽക്കുകയാണ്. ഇത് കാണുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുമ്പോൾ അവന്തികയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങി തൻ്റെ കൈവശം വെക്കുകയാണ് നന്ദൻ. എൻ്റെ അവന്തികയെ, നിന്റെ പണിയൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ നൈസായിട്ട് പാളിപ്പോയി. ഞാനേ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുകയായിരുന്നു. പിന്നെ ഒരു കൃത്യം ചെയ്യാൻ പോകുമ്പോൾ നിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെങ്കിലും നോക്കണ്ടേ? ദേ കണ്ടില്ലേ, അർച്ചന ഇപ്പോ നീ കത്തിയുമായിട്ട് മുറിയിലേക്ക് വന്നത് കണ്ടിരുന്നു. അതുകൊണ്ടാ എന്നെ ഇപ്പോ വന്ന് തട്ടി വിളിച്ചത്. പിന്നെ എന്നെ തീർത്താല് പ്രശ്നത്തിന്റെ പരിഹാരമാകുമെന്ന് നീ അങ്ങനെയൊന്നും കരുതേണ്ട ഒരു കാര്യവുമില്ല. എന്തെന്നാലേ സന്ധ്യയും അർച്ചനയും ചേർന്ന് എല്ലാവരോടും സത്യങ്ങൾ അറിയിച്ചോളും. പിന്നെ മറ്റൊരു കാര്യം കൂടി, എന്നെ കൊല്ലാൻ മാത്രമൊന്നും നീ വളർന്നിട്ടില്ല. എന്താണെങ്കിലും എനിക്ക് മനസ്സമാധാനത്തോടെ കൂടിയൊന്ന് ഉറങ്ങണം. അങ്ങനെ ഉറങ്ങണമെങ്കിലേ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും വേണം. ഞാനൊന്ന് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിതൊരു മരണ വീടാകില്ലായിരുന്നോ? എന്താണെങ്കിലും അത് അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ എനിക്ക് പകരം മരിക്കാൻ പോകുന്നത് നീ ആയിരിക്കും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നന്ദനെ നോക്കുകയാണ്. മുൻപെന്നോ ഞാൻ ചെയ്യാനിരുന്ന സത്കർമ്മം ഞാൻ ദാ ഇപ്പൊ നടപ്പിലാക്കാൻ പോവുകയാണ്. അവന്തിക എന്ന രാക്ഷസ ജന്മത്തെ ഞാൻ ഇപ്പൊ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന് നന്ദൻ പറയുമ്പോ പേടിയോടെ നന്ദനെ നോക്കുകയാണ് അവന്തിക. നീ ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് നന്ദൻ അവന്തികയുടെ നേരെ കത്തിയുമായി ചെല്ലുമ്പോൾ അവന്തിക പറയുകയാണ്, നന്ദേട്ടാ പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റിയത് എന്നൊക്കെ അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുകയാണ്, അത് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തികയുടെ വയറിന്റെ അടുത്ത് കത്തി വെക്കുകയാണ് നന്ദൻ. ഇനി ഇവിടെ ആരുടെയും നേരെ നിന്റെ ഒരു വിരൽ പോലും അനങ്ങാൻ പാടില്ല. അപ്പോഴേ നിനക്ക് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം. എന്റെ സൗജന്യം മാത്രമാ നിന്റെ ജീവിതം എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ പേടിയോടെ നന്ദനെ നോക്കുകയാണ് അവന്തിക. അങ്ങനെ അത്രയും പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ ഭയത്തോടെ നന്ദനെ നോക്കുകയാണ് അവന്തിക. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിൽ പോകാൻ ഒരുങ്ങുന്നതാണ്. അതേസമയം അർച്ചന മുറിയുടെ അങ്ങോട്ടേക്ക് വന്ന് മനസ്സിൽ പറയുകയാണ്, ഈശ്വര, സച്ചിയേട്ടൻ ആഭരണത്തിന്റെ കാര്യം മറന്നുപോയി കാണണേ. താനെന്താടോ വാതുക്കെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറി വരാൻ സച്ചി പറയുന്നു. സച്ചിയേട്ടൻ എപ്പോഴാ വരുന്നത്? എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നെന്ന് അർച്ചന പറയുമ്പോൾ നേരത്തെ വരാമെന്ന് സച്ചിയും പറയുന്നു. അല്ല സച്ചിയേട്ടാ, ഞാൻ പൊക്കോളാം, എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനായിരുന്നു. അതിനെന്താ, ഇന്ന് താൻ പോയിട്ട് നേരെ ഓഫീസിലേക്ക് വന്നാൽ മതി, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാമെന്ന് സച്ചി പറയുന്നു. തുടർന്ന് സച്ചി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് ആഭരണത്തിന്റെ കാര്യം ഓർക്കുന്നത്. എടോ, തനിക്ക് ഭയങ്കര മറവിയാണല്ലോ. ഇന്നലെ രാത്രി ഞാൻ തന്നോട് പറഞ്ഞതല്ലായിരുന്നോ ആഭരണങ്ങളെല്ലാം ലോക്കറിൽ വെക്കണമെന്ന്? താൻ അതിങ്ങോട്ട് എടുത്തേ. ഇത് കേൾക്കുന്ന അർച്ചന വിഷമത്തോടെ ആ ആഭരണങ്ങളെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് മീരയ്ക്ക് കൊടുത്ത വാക്കിനെ പറ്റിയൊക്കെ ആലോചിക്കുകയാണ്. എന്താടോ, താനും എല്ലാ പെണ്ണുങ്ങളെയും പോലെ സ്വർണം വിട്ടുതരാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണല്ലോ. ഞാനിത് പണയം വെക്കാനോ വിൽക്കാനോ അല്ലല്ലോ കൊണ്ടുപോകുന്നത്, ലോക്കറി സൂക്ഷിക്കാനല്ലേ. പിന്നെ എന്താ? ഇത് കേൾക്കുന്ന അർച്ചന മനസ്സിലാ മനസ്സോടെ വിഷമത്തോടെ സച്ചിക്ക് ആ ആഭരണത്തിന്റെ ബോക്സ് നൽകുകയാണ്. അങ്ങനെ സച്ചി ഇറങ്ങാൻ നേരം സച്ചിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. തുടർന്ന് സച്ചി അർച്ചനയുടെ കയ്യിലേക്ക് ആ ആഭരണത്തിന്റെ ബോക്സ് ഏൽപ്പിച്ച് കോൾ എടുക്കുകയാണ്. തന്നോട് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുന്നു. ആഭരണപ്പെട്ടി അർച്ചനയുടെ കയ്യിൽ കൊടുത്ത കാര്യം മറന്നിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. ഇത് കാണുന്ന അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ഒരുങ്ങി ആഭരണങ്ങളുമായിട്ട് താഴേക്ക് വരുന്നതാണ്. തുടർന്ന് മീരയെ വിളിച്ചിട്ട് അർച്ചന പറയുകയാണ്, ഏട്ടത്തി, ഞാൻ തിരികെ പൈസയുമായിട്ടേ വരൂ. ഇന്നത്തോടെ നമുക്ക് എല്ലാ ഇടപാടുകളും തീർക്കണമെന്ന് അർച്ചന പറയുമ്പോൾ മീര ചോദിക്കുകയാണ്, അത് പിന്നെ മോളെ സച്ചിയോടൊന്നും പറയാതെ? ഇപ്പോഴെന്താണെങ്കിലും സച്ചിയേട്ടനോട് ഈ കാര്യം ഞാൻ പറയുന്നില്ല, എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളാം. ഇതിനൊക്കെ നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ലെന്ന് മീര പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തി, ഈ കടം തീർക്കേണ്ട ബാധ്യത എനിക്ക് കൂടി ഉള്ളതല്ലേ. ഇങ്ങനൊരു അവസ്ഥയുണ്ടായാൽ ഏട്ടത്തി എന്ത് ചെയ്യുമെന്ന് അർച്ചന ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അവന്തികയുടെ പൈസ അവളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞതിനൊക്കെ മറുപടിയും പറയും. ഏട്ടത്തി, അത് തന്നെയാ ഞാനും ചെയ്യുന്നത്. വന്നാലും തോൽക്കാതെ നിൽക്കണം. പിന്നെ ഏട്ടത്തി അനൂപേട്ടനോട് വിളിച്ചു പറഞ്ഞേക്കണം,
ഇനി അവന്തികയുടെ പണം കൊടുക്കാനായി ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ടെന്ന്, ആ ബാധ്യത അനിയത്തി തീർത്തിട്ടുണ്ടെന്നും പറയണം. അത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മീര. തുടർന്ന് മീര അടുക്കളയിലേക്ക് ചെന്നയുടൻ തന്നെ അനൂപിനെ വിളിക്കുകയാണ്. അനൂപേട്ട, വലിയൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വിളിച്ചത്. സന്തോഷ വാർത്തയോ, എന്താണെന്ന് അനൂപ് ചോദിക്കുമ്പോ മീര പറയുകയാണ്, അത് അനൂപേട്ട, നമ്മുടെ ഒരു വലിയ ബാധ്യത ഇന്ന് തീരാൻ പോവുകയാണ്. നീ സ്വസ്ഥമായി കുറച്ചു നാളെങ്കിലും എനിക്കും അനൂപേട്ടനും ജീവിക്കാം. ബാധ്യതയോ, എന്ത് ബാധ്യതയെന്ന് അനൂപ് ചോദിക്കുമ്പോ മീര പറയുകയാണ്, അനൂപേട്ടന് ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. ആ ധനപാലൻ എന്ന മനുഷ്യൻ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? അന്ന് ആ അവന്തികയല്ലേ നമുക്ക് 9 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്? അവന്തിക എന്നോട് ആ പണത്തിന്റെ കാര്യം സൂചിപ്പിച്ചായിരുന്നു. ഇന്ന് തന്നെ ആ കടം തീർക്കണമെന്ന അർച്ചന പറഞ്ഞത്. അർച്ചനയുടെ കയ്യില് ഫോൺ കൊടുക്കാൻ അനൂപ് പറയുമ്പോ അർച്ചന ഇവിടെ ഇല്ലെന്നും ആഭരണങ്ങൾ പണയം വെക്കാൻ പോയതാണെന്നും മീര പറയുന്നു. എന്റെ മീരെ, നിന്നോട് ആരാ ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നീ അർച്ചനയെ പെട്ടെന്ന് തടയണം. അവന്തികയ്ക്ക് പൈസ കൊടുക്കാൻ പാടില്ല. പിന്നെ കൊടുക്കാതെ എങ്ങനെയാണെന്ന് മീര ചോദിക്കുമ്പോ അനൂപ് പറയുകയാണ്, ഞാൻ ആദ്യം അർച്ചനയെ വിളിച്ച് പറയട്ടെ, എന്നിട്ട് നിന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം. അനൂപ് അർച്ചനയെ വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന ഫോൺ തന്റെ മുറിയിൽ തന്നെ വെച്ച് മറന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അനൂപ് പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോവുകയാണ്. അതേസമയം അർച്ചന ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അർച്ചനയുടെ ഗോൾഡ് നോക്കിയിട്ട് ആ ജ്വല്ലറിക്കാർ പറയുകയാണ്, മേഡം പറഞ്ഞ തുക കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ഗോൾഡ് വേണം. ഇത് കേൾക്കുന്ന അർച്ചന തന്റെ കയ്യിലുള്ള വളകൾ കൂടി ഊരിക്കൊടുക്കാനൊരുങ്ങുമ്പോ അങ്ങോട്ടേക്ക് വരുന്ന അനൂപ് അർച്ചനയെ തടയുകയാണ്. അനൂപിനെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.